ഹലോ, ഇന്ന് നമ്മൾ മലബാർ സ്റ്റൈൽ ബോണ്ട റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിനായിട്ട് 3 സവാള, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് വേണ്ടത്. ഇനി നമ്മൾ ഒരു പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം 1 ടീസ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ കളറൊന്ന് മാറി വരുന്നവരെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം പച്ചമുളകും കറിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 3 സവാളയാണ് എടുത്തത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാള വഴന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം. 1/2 കപ്പ് മൈദയും 1/2 കപ്പ് കടലമാവാണ് എടുത്തത്. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലൊരു തിക്ക് ബാറ്ററാക്കി എടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. അപ്പോൾ ബാറ്റർ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മസാല പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ആദ്യം ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വേവിച്ച ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ചത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ 3 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് എടുത്തത്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കണം. ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബാറ്ററിലേക്ക് ഓരോ ബോൾസും ഇട്ട് കൊടുത്ത് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.